നാളത്തെ നിയമസഭാ സമ്മേളനം ചട്ടവിരുദ്ധമെന്ന് UDF. ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി AP അനിൽകുമാർ സ്പീക്കർക്ക് കത്ത് നൽകി. നിയമസഭയുടെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ശനി ഞായർ പൊതു അവധി ദിവസങ്ങളിൽ എന്നിവയിൽ സഭാ സമ്മേളനം ചേരുന്ന കീഴ്വഴക്കം ഇല്ല. നടപടിക്ക് റൂളിംഗ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, വിവരങ്ങൾ. ധന്യ, 15ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനം നാളെ വിളിച്ചു ചേർക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഇക്കാര്യത്തിൽ വളരെ ഒരു കത്ത് റൂളിംഗ് സ്പീക്കർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: നാളെ ചേരുന്ന പ്രത്യേക സഭായോഗം നിയമസഭാ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 13(2) വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു റൂളിംഗ് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് AP അനിൽകുമാറാണ് ഇത്തരമൊരു കത്ത് സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഈ ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ നിയമസഭയുടെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ശനി ഞായർ പൊതു അവധി ദിവസങ്ങൾ എന്നിവയിൽ ഇതുവരെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടില്ല. അത് അത്തരത്തിലൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല. ഇതൊരു പുതിയ കീഴ്വഴക്കമാണ്. അതുകൊണ്ട് സഭയുടെ മുൻകൂട്ടിയുള്ള അനുമതി കൂടാതെ നാളെ യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനിച്ച് അത് ചട്ടവിരുദ്ധമാണെന്നും അതുകൊണ്ട് നടപടിക്ക് റൂളിംഗ് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ AP അനിൽകുമാർ ഇത്തരത്തിൽ ഒരു കത്ത് സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത്. അതിനിടെ നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്നത് സംബന്ധിച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ UDF ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് നാളെ എന്ത് നിലപാടാണ്, എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് നാളെ രാവിലെ 8 മണിക്ക് UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം നിയമസഭയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും സഭയിൽ UDF എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. മാത്രമല്ല, നാളത്തെ ഈ സമ്മേളനം നാളെ ചേരുന്നത് ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് UDF പൊതുവെ മൊത്തത്തിലുള്ളത്. എന്തായാലും നാളെ സഭയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താണ്, നയം എന്തായിരിക്കും എന്നത് സംബന്ധിച്ചൊക്കെ തീരുമാനം നാളെ മാത്രമായിരിക്കും UDF കൈക്കൊള്ളുക. ശരി സുനിൽ.